ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ദെൻ ഫൈനലി ഐ എം ഗോയിങ് ടു ദുബായ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്നാണ് നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ എം സോ എക്സൈറ്റഡ് ആൻഡ് ഐ എം സോ ഹാപ്പി. കാരണം നമ്മളിപ്പോൾ 7 months ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇനി അത് എൻഡ് ചെയ്യാൻ ഒരു 4 hours മാത്രം മതി എന്ന് ആലോചിക്കുമ്പോൾ ഐ എം സോ എക്സൈറ്റഡ്. അപ്പം നമ്മുടെ ബോഡി പാസ് അതുപോലെ തന്നെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. ഇപ്പം നമ്മുടെ ഗേറ്റ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടോ. അപ്പോൾ എനിക്ക് ഓൾറെഡി ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് പോകുന്നത്. നമ്മൾ 2 times നമ്മൾ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട്. സെയിം ദുബായ്ക്ക് തന്നെയാണ്. സോ അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള എൻ്റെ ഒരു ചെറിയൊരു ടെൻഷൻ എൻ്റെ ഫേസിലൊക്കെ കാണാം കേട്ടോ. ഇനി അവിടെ എത്തുമ്പോഴാണ് എനിക്കൊരു സമാധാനം വീഴാന്നൊക്കെ പറയില്ലേ, ഇത് തന്നെയാണ്. പിന്നെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എനിക്ക് കിട്ടിയത് വിൻഡോ സീറ്റ് തന്നെയാണ് കേട്ടോ. ഐ എം സോ ഹാപ്പി. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് മൂവ് ഓൺ ആയിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി. ഞാൻ കൂടുതലും ട്രാവൽ സിക്നെസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഫൈനലി ലാൻഡഡ് ഇൻ ദുബായ്. അൽഹംദുലില്ലാ ഞാനിവിടെ സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലഗേജ് കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി നമ്മുടെ ഹസ്ബൻഡ് വന്നിട്ടില്ല അപ്പോഴും. അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ആൻഡ് ഫൈനലി മാഷാ അല്ലാ നമ്മൾ മീറ്റായി. ഐ എം സോ ഹാപ്പി. എനിക്ക് എന്താ പറയേണ്ടതെന്നൊന്നും അറിയുന്നില്ല കേട്ടോ. ഐ എം സോ ഹാപ്പി. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ വാപ്പച്ചീനെയും ഉമ്മച്ചീനെയും പിന്നെ അതുപോലെ തന്നെ എൻ്റെ അനിയത്തിനെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ലവ് യു ആൻഡ് ബൈ.